ഹലോ. അപ്പം നമുക്ക് ഇന്ന് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഇതേ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി സവാളയും ഒന്ന് മൂത്ത് വരണേ. ഇതെല്ലാം കൂടി നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്നൊഴിച്ച് കൊടുക്കാവേ. നിങ്ങളൊക്കെ ചിക്കൻ കറി ഇങ്ങനെയാണോ വെക്കുന്നത്? ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തള വരണം. തള വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പറ്റൂ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഏകദേശം നന്നായിട്ട് തള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അരപ്പൊക്കെ എല്ലാ സൈഡിലും പറ്റുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. ചിക്കന് വേവ് കുറവായതുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇത് നമുക്ക് കോംബോ ആയിട്ട് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇതേ രീതി ചിക്കൻ കറി. എന്നിട്ട് നിങ്ങളൊന്ന് പറയണം കേട്ടോ, ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. എന്നാലും നമുക്കൊരു 10-15 മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആ അരപ്പും മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിച്ച് വരണ്ടേ. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരും. ചിക്കൻ കറി റെഡിയായെന്നറിയാൻ എണ്ണ ഇതേപോലെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്ത് സെർവ് ചെയ്യാം കേട്ടോ.